ഖത്തറിൻ്റെ വിമാനം ട്രംപിൻ്റെ മുകളിൽ വീണു. ട്രംപിൻ്റെ തലയിൽ വീണെന്ന് പറയണം. അതായത് നമുക്കറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനം എയർഫോഴ്സ് വൺ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള വിമാനമാണ്. മിസൈൽ ആക്രമണങ്ങളെ പോലും ചെറുക്കും. അതുമാത്രമല്ല, അതിനെ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ യാത്രാ വിമാനമൊന്നുമല്ല, അതൊരു യുദ്ധവിമാനം കൂടിയാണ്. അതിനകത്ത് ക്രൂസ് മിസൈലുകളുണ്ട്, അത് തിരിച്ചറ്റാക്ക് ചെയ്യും. പിന്നെ എന്തെങ്കിലും അപകടം പറ്റിയാൽ പ്രസിഡന്റിനെ സുരക്ഷിതമായി കരയിൽ മണ്ണിലിറക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം വലിയ ഈ ലോകത്ത് ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളുള്ള വിമാനം വേറെയില്ല, എയർഫോഴ്സ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? അമേരിക്ക ഡീക്ലാസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ ഈ യാത്രാ വിമാനത്തിലാണ് ട്രംപ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ട്രംപിന് ഇപ്പോൾ ഒരു 4 വർഷം കഴിയുമ്പോൾ, 4 വർഷം ഇനി 3.5 വർഷമല്ലേ ഉള്ളൂ, 3.5 വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് അല്ലാണ്ടാവും. പ്രസിഡന്റ് ട്രംപിന് ട്രംപ് ഫോഴ്സ് വൺ എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട്. B757 എന്ന് പറയുന്ന ബോയിങ്ങിൻ്റെ വിമാനമാണ്. 1990 90 മൈക്രോസോഫ്റ്റിൻ്റെ സഹസ്ഥാപകനായ പോൾ അല്ലൻ്റെ വിമാനമായിരുന്നു. ട്രംപ് അത് 2011 വാങ്ങി. ആ വിമാനത്തിലാണ് ട്രംപ് സ്വകാര്യ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യൽ എയർഫോഴ്സ് വൺ ഉണ്ട്. അപ്പോൾ എയർഫോഴ്സ് വൺ വിമാനം മാറ്റണം, അത് കുറച്ച് പഴയതായി, കുറച്ചുകൂടി ഒരു പുതിയ വിമാനം വാങ്ങണമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് താല്പര്യമുണ്ട്. ഈ താല്പര്യം നിലനിൽക്കെയാണ് ട്രംപ് ഈ വെസ്റ്റ് ഏഷ്യ വിസിറ്റ് ഈ കഴിഞ്ഞിടയ്ക്ക് നടത്തിയത്. ഖത്തറിലൊക്കെ പോയല്ലോ. ഖത്തറിൽ പോയപ്പോൾ ഖത്തർ അമീർ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ ഖത്തർ അമീറിൻ്റെ 747 ബോയിങ്ങിലാണ് ട്രംപ് സഞ്ചരിച്ചത്. അത് പാം ബീച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കിടപ്പുണ്ട്. ആ വിമാനം കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും കരുതി ഇനിയിപ്പോൾ ഒരു പക്ഷേ ഈ വിമാനം, ഖത്തറിൻ്റെ ഈ വിമാനം അമേരിക്ക വാങ്ങുമോ എന്നൊക്കെ നമ്മളല്ല വാർത്താമാധ്യമങ്ങളിൽ ചർച്ച. കാരണം എയർഫോഴ്സ് വൺ റീപ്ലേസ് ചെയ്യണം. വിമാനം വാങ്ങിയ പോരാ, അതിൽ വലിയ പണിയുണ്ട്. വിമാനം ബോയിങ് വാങ്ങിച്ചാൽ പ്രസിഡന്റ് പോകത്തില്ല. അത് ഓഫീസാണല്ലേ? ഓഫീസാക്കുന്നതല്ല, അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മാറ്റണം. അമേരിക്കയുടെ കിട്ടിയാൽ അമേരിക്കൻ സൈന്യമാണ് പിന്നെ അതിനെ എക്യുപ്പ് ചെയ്ത് മാറ്റുന്നത്. ആ ബോയിങ്ങിനോട് പറയും, നിങ്ങൾ ഇന്ന സ്പെസിഫിക്കേഷനുള്ള ഉണ്ടാക്കി തരാൻ പറയും. അതുകൂടാതെ സൈന്യം അതായിട്ട് വേറൊരു പണിയുണ്ട്. മുമ്പ് ഓർക്കുന്നില്ലേ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിക്ക് സഞ്ചരിക്കാൻ, മുഖ്യമന്ത്രി അന്ന് സഞ്ചരിച്ചിരുന്നത് സ്കോർപിയോ കാറിലായിരുന്നു. സ്കോർപിയോ, മഹീന്ദ്രയുടെ സ്കോർപിയോ. അന്ന് പഴയ സ്കോർപിയോ ഒരു ലുക്കാണല്ലോ. അതിൻ്റെ പരസ്യം, സ്കോർപിയോയുടെ ലോഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ ഞാനത് പങ്കെടുത്തത് ലേമർഡീനിൽ വെച്ചായിരുന്നു. കേരളത്തിലെ ലോഞ്ച് നടന്നത്. ഓൾ ഇന്ത്യ ലോഞ്ചിൽ കേരള ലോഞ്ച് ലേമർഡീനിലായിരുന്നു. അന്ന് അതിൻ്റെ പരസ്യവാചനം ബിൽറ്റ് ലൈക്ക് എ ടാങ്ക് എന്നായിരുന്നു. ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കി. എന്തൊരു ലുക്കായിരുന്നു അല്ലേ പഴയ സ്കോർപിയോ. ഇപ്പോഴത്തെ സ്കോർപിയോയ്ക്ക് ആ ഒരു ലുക്കൊന്നുമില്ല, ആദ്യത്തെ സ്കോർപിയോ. അപ്പോൾ മോദി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞപ്പോഴും മോദിക്ക് സ്കോർപിയോയിൽ സഞ്ചരിക്കാൻ താല്പര്യമായിരുന്നു. സ്കോർപിയോക്കാർ മഹീന്ദ്ര പറഞ്ഞു, അത് ഞങ്ങൾ അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ മാറ്റിയിട്ട് റെഡിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും SPG സമ്മതിച്ചില്ല. SPG പറഞ്ഞു സ്കോർപിയോ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വിദേശ നിർമ്മിതമായ റേഞ്ച് റോവർ പോലെയുള്ള കാറുകളിലേക്ക് മാറിയത്. അതിനും ഈ വാഹനങ്ങൾക്കും ഈ വലിയ പ്രതിരോധ ശേഷി, ബോംബിട്ടാലും തകരൂല, അത്തരം സംവിധാനമുള്ളതാണ്. നമുക്ക് എയർ ഇന്ത്യ വൺ എന്ന പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റിനും പ്രത്യേക വിമാനങ്ങളുണ്ട്. അതിനും ഇതുപോലെയുള്ള സുരക്ഷാ സന്നാഹങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഡീക്ലാസിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ക്ലാസിഫൈഡ് ആണ്, പുറത്ത് പറയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഊഹിച്ചൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ഏതായാലും അമേരിക്കയുടെ എയർഫോഴ്സ് വൺ ഇത്രയും ആധുനികമായ സജ്ജീകരണമുള്ളതാണ്. അപ്പോൾ ട്രംപ് ഇങ്ങനെ ഖത്തറിലെത്തിയപ്പോൾ പോകാൻ നേരത്ത് ട്രംപിനോട് ഖത്തർ അമീർ പറഞ്ഞു, ട്രംപ് സാറേ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ പോകാമെന്ന് പറഞ്ഞു. ട്രംപ് പറഞ്ഞു, തന്നേര്, എന്താണ്? പറഞ്ഞു, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തതെന്നറിയാമോ? കീ എടുത്ത് കൊടുത്തു, കാറിൻ്റെ കീ എന്ന് പറയുന്ന പോലെ. ഞാൻ വെറുതെ പറയാം കേട്ടോ. വിമാനത്തിൻ്റെ സമ്മാനം, ഒരു വിമാനം ബോയിങ് 747-800 $400 മില്യൺ വരുന്ന വിമാനം ട്രംപിന് സമ്മാനമായിട്ട് കിട്ടി. ഖത്തർ അമീറിൻ്റെ സമ്മാനം. അപ്പോൾ ട്രംപ് വിമാനമൊക്കെ ട്രംപിന് ഇഷ്ടപ്പെട്ടു. ഇപ്പം ട്രംപ് ഉപയോഗിക്കുന്ന വിമാനം 2011 സ്വകാര്യ വിമാനമാണ്. 2011 കിട്ടിയ സ്വകാര്യ വിമാനമാണ് ട്രംപിൻ്റെ പേഴ്സണൽ ട്രംപ് ഫോഴ്സ് വൺ എന്നാണ് പുള്ളിയിട്ടിരിക്കുന്നത്. ആ വിമാനം മാറ്റേണ്ട സമയമായി. അപ്പോൾ ട്രംപ് ഇപ്പോൾ ആലോചിച്ചപ്പോൾ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് എയർഫോഴ്സ് വൺ അങ്ങ് പോകും. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ ട്രംപ് ഫോഴ്സ് വൺ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉപയോഗിക്കുന്ന 757 വിമാനത്തിന് പിന്നെയും പഴക്കമാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഖത്തറിൻ്റെ വിമാനം പ്രസിഡന്റിന് കിട്ടുന്നത്, പ്രസിഡന്റ് സ്ഥാനം പോയി കഴിഞ്ഞും ഉപയോഗിക്കാൻ എന്താ മാർഗം?
അപ്പോൾ ട്രംപ് ഖത്തറിനോട് പറഞ്ഞു ഒരു കാര്യം, ട്രംപ്സ് പ്രസിഡൻഷ്യൽ ലൈബ്രറി എന്നൊരു സംഭവമുണ്ട്, അതിന് തന്നാൽ മതി വിമാനം. അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിന് കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം മാറിക്കഴിഞ്ഞാലും ട്രംപിന് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഖത്തർ സമ്മതിച്ചു. അങ്ങനെ ഈ വിമാനം, ഖത്തർ കൊടുക്കുന്ന വിമാനം ട്രംപ് പ്രസിഡൻഷ്യൽ ലൈബ്രറിക്കായിട്ടാണ് ഖത്തർ കൊടുക്കുന്നത്. $400 മില്യൺ വിമാനമാണ്. അപ്പോൾ അതായത് അമേരിക്കൻ പ്രസിഡന്റ് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തിനാണ് പറയുന്നറിയോ? അപ്പോൾ അമേരിക്കയ്ക്ക് അത്ര വേണ്ടപ്പെട്ട രാജ്യമാണ് ഖത്തർ എന്നതുകൊണ്ടല്ല, ഖത്തറിന് അത്ര വേണ്ടപ്പെട്ട രാജ്യമാണ് അമേരിക്ക എന്നതുകൊണ്ടാണ്. ഖത്തറിനെ എല്ലാ തരത്തിലും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം. ഖത്തർ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലും അമേരിക്കൻ സേന അവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അമേരിക്ക പറയുന്നതിനപ്പുറത്തൊന്നും ഖത്തറിന് ഈ ഹൂതികളും ഹിതികളും മറ്റേ ഹമാസും ഒക്കെ ഉണ്ടെങ്കിൽ അമേരിക്ക പറയുന്നതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ട്രംപിനെ എത്രമാത്രം അവർ വിലമതിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഒരു ബോയിങ് വിമാനം $400 മില്യൺ അങ്ങോട്ട് കൊടുത്തത്. ആ പാട്ട് അവിടെ നിൽക്കട്ടെ. പ്രസിഡന്റിന് സമ്മാനം കിട്ടിയല്ലേ? പ്രസിഡന്റിന് കിട്ടുന്ന സമ്മാനം പ്രസിഡന്റിന് വ്യക്തിപരമായിട്ടുള്ളതാണോ രാജ്യത്തിനുള്ളതാണോ? രാജ്യത്തിനുള്ളതാണ്. ട്രംപ് എന്താ പറഞ്ഞത്? അത് ട്രംപ്സ് പ്രസിഡൻഷ്യൽ ലൈബ്രറിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് ട്രംപിനുള്ളതാണ്, സ്വകാര്യ സമ്മാനമാക്കി മാറ്റി. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ മുഴുവൻ മോദിയുടെ അല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെയാണ്. നിങ്ങൾ ചിലരൊക്കെ കളിയാക്കുമല്ലോ, 10 ലക്ഷം രൂപയുടെ ഉടുപ്പിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ലേലം ചെയ്തു പോയടെ. സ്വർണ്ണ നൂലുകൾ തുന്നിയ 10 ലക്ഷം ആണോ അറിയില്ല, ലക്ഷങ്ങൾ വരെയുള്ള ഒരു ഉടുപ്പ് കിട്ടി. മോദി അതെന്ത് ചെയ്തു? ലേലത്തിന് കൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം കാലങ്ങളായി അത് പബ്ലിക് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലേലത്തിന് വെക്കുന്നുണ്ട്. ഇവിടെ അത് ലേലത്തിന് വെച്ചിട്ട് പോലും പ്രധാനമന്ത്രിക്ക് 10 ലക്ഷത്തിൻ്റെ ഒരു കുപ്പായം കിട്ടി എന്ന് പറഞ്ഞ് ഇപ്പോഴും കാമ്പയിൻ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റിന് ബോയിങ് വിമാനം $400 മില്യൺ ഒരു വിദേശ രാജ്യത്തെ ഭരണാധികാരി സമ്മാനമായി കൊടുത്തപ്പോൾ അതെന്ത് ചെയ്യുന്നു? സ്വകാര്യമായി തൻ്റെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ നിന്ന് താൻ ഇറങ്ങിയാൽ പോലും തനിക്ക് പിന്നീട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ട്രംപ് പ്ലാൻ ചെയ്യുന്നു. ഖത്തർ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പം ട്രംപിൻ്റെ തലയിൽ വീണ വിമാനമാണെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും വലിയൊരു സമ്മാനം വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ ഖത്തറിനോട് എങ്ങനെയാണ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറേണ്ടത്? ഒന്നിനും നോ പറയാൻ പറ്റില്ല അല്ലേ? അതെ. പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മമത ഉണ്ടാവുന്നു. ചുമ്മാ ഒരു പേന കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഒരു ബോയിങ് വിമാനം സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. $400 മില്യൺ അല്ലേ? $400 മില്യൺ വിലയുള്ള സാധനം. അപ്പോൾ ഇതൊരു നമ്മുടെ മാധ്യമങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം അത് വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നു. പക്ഷേ അമേരിക്ക ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ് ട്രംപ്, അല്ലേ? അതെ. പ്രസിഡന്റ് അല്ല അതിനു മുമ്പ് തന്നെ ട്രംപ് ലോകത്തിലെ വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ്. അങ്ങനെ ഒരാൾ പോലും ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമ്മാനം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഖത്തർ അമീർ കൊടുക്കുന്ന സമ്മാനം രാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കണ്ടേ? ഖത്തർ അമീർ ഈ ജനുവരി 20 മുമ്പും ഉണ്ടായിരുന്നു, ഡൊണാൾഡ് ട്രംപും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ജനുവരി 20 മുമ്പ് ഖത്തർ അമീർ ട്രംപിന് വിമാനം കൊടുക്കാറുണ്ട്? ഒറ്റ കാര്യമുള്ളൂ, ട്രംപ് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ല. അപ്പോൾ പ്രസിഡന്റിൻ്റെ കസേരയിൽ ട്രംപ് വന്നതിന് ശേഷം കൊടുക്കുന്ന വിമാനം ആർക്കുള്ള വിമാനമാണ്? അമേരിക്കൻ പ്രസിഡന്റിനുള്ളതാണ്, അല്ല ഡൊണാൾഡ് ട്രംപിനുള്ളതല്ല. പക്ഷേ അമേരിക്ക അത് വലിയ പ്രശ്നമൊന്നുമല്ല. അമേരിക്ക ട്രംപിന് കിട്ടിയല്ലേ, ട്രംപ് എടുത്തോട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് അമേരിക്കക്കാർ മാറുമോ എന്നറിയില്ല. ഏതായാലും വിമാനത്തിൻ്റെ പ്രഖ്യാപനം ഇന്നലെയാണ് വന്നത്. ഇനി അതിൻ്റെ പേരിൽ അമേരിക്കയിൽ വലിയ കോലാഹലമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അമേരിക്കക്കാർക്ക് അതൊന്നും പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ അത് പ്രസിഡന്റിന് കിട്ടിയ സമ്മാനം, ഇപ്പോൾ റീഗൻ്റെ കാലത്ത് ഇങ്ങനെ കിട്ടിയ ചില സാധനങ്ങൾ, ഇങ്ങനെ റീഗൻ പ്രസിഡൻഷ്യൽ ലൈബ്രറി എന്ന പേരിൽ ഇത്തരം സാധനങ്ങൾ, ഈ ലൈബ്രറി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ സൂക്ഷിക്കൽ മാത്രമല്ല, ഈ സോവനീർസൊക്കെ കിട്ടുന്ന സമ്മാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ കിട്ടിയ സാധനങ്ങൾ റൊണാൾഡ് റീഗൻ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ട്രംപ് ഇപ്പോൾ ഇതിനൊരു ന്യായീകരണമായി. മുൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്കും ചെയ്യാം, അന്ന് അതിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? പക്ഷേ ഇതിൻ്റെ വലിപ്പവും വിലയും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വിമാനം ഇപ്പോൾ
ഉടനെ കിട്ടിക്കഴിഞ്ഞാലും അത് ഏറ്റെടുക്കാൻ പോകുന്നത് L3 ഹാരിസ് എന്ന് ടെക്സാസിലുള്ള L3 ഹാരിസ് എന്ന് പറയുന്ന മിലിറ്ററി കോൺട്രാക്ടർക്കാണ് ആദ്യം കൈമാറുക. ആ വിമാനം ഈ മിലിറ്ററി കോൺട്രാക്ടർ, അത് കമ്പനിയാണ് L3 ഹാരിസ്, അവരത് ഏറ്റെടുത്ത് കുറച്ച് വർഷങ്ങളെടുക്കും ഇത് ഈ അമേരിക്കയുടെ ഒരു ആർമർ പോലെ, ഒരു കവചിത വാഹനം പോലെ ഈ വിമാനത്തെ മാറ്റിയെടുക്കാൻ. അപ്പോൾ ഏതായാലും അത് മാറ്റിയെടുക്കട്ടെ, ട്രംപ് ഏറ്റവും സുരക്ഷിതനായി ലോകം മുഴുവൻ നടക്കട്ടെ, ഖത്തറിൻ്റെ വിമാനമെങ്കിൽ ഖത്തറിൻ്റെ വിമാനം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. ആ സമ്മാനങ്ങൾ വർഷാവർഷം ലേലത്തിന് വെച്ച് അതിൻ്റെ പണം നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ടിലേക്ക് മാറ്റുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിൻ്റെ ഏറ്റവും സമ്പന്നനായ പ്രസിഡന്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. കിട്ടുന്ന സമ്മാനം തനിക്ക് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. എനിക്കത് ഒരു എത്തിക്സിൻ്റെ പ്രശ്നമുണ്ടല്ലേ. അതിന് മുമ്പ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന പ്രതിഭ പാട്ടീൽ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ധാരാളം സമ്മാനം കിട്ടി. അന്ന് അവർ ഈ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി. അത് പെയിന്റിങ്സ് വരെ. അതെ, പെയിന്റിങ്സ്. അന്നും ഇതുപോലെ വലിയ വിമർശനം വരുന്നില്ല. സത്യത്തിൽ അത് രാജ്യത്തിന് കിട്ടിയതല്ല, രാജ്യത്തിന് കിട്ടിയതാണ്. അപ്പൊ അത്തരത്തിലുള്ള അല്ല, എനിക്ക് തോന്നുന്നില്ല നരേന്ദ്രമോദിക്ക് മുമ്പുള്ള പ്രധാനമന്ത്രിമാർ പദവി ഒഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ മുഴുവൻ പരസ്യമായി ലേലത്തിന് വെച്ച ഒരു ചരിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടില്ല. മോദിയുടെ കാലത്ത് മാത്രം. ഇപ്പോൾ ഇപ്പോഴും മോദി 10 ലക്ഷം, മോദി ഇടുന്ന വസ്ത്രം കാണുമ്പോഴൊക്കെ അയാൾക്ക് ചൊറിച്ചിലാണ്. ഭയങ്കര എന്തൊരു വേഷമാണ്, എത്ര രൂപയാണ് കോസ്റ്റ്യൂമിന് വേണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി പിച്ചക്കാരനെ പോലെ നടക്കണം, അങ്ങനെയൊന്നുമില്ല. പ്രധാനമന്ത്രിക്ക് പ്രോട്ടോക്കോളുണ്ട്. പ്രധാനമന്ത്രി ധരിക്കേണ്ട വസ്ത്രം സംബന്ധിച്ചുള്ള പ്രോട്ടോക്കോളുകളുണ്ട്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ സെലൻസ്കി ട്രംപിനെ കാണാൻ പോയപ്പോൾ ടീഷർട്ട് ഇട്ടുകൊണ്ടൊന്നും അമേരിക്കക്കാർക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ചപ്പക്കുറ്റി അടിച്ച് കൊടുക്കണമെന്ന് അമേരിക്കക്കാർ പറഞ്ഞ്, ഞങ്ങളുടെ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ നീ ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നോളാ എന്ന് അമേരിക്കക്കാർ ചോദിച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസം വ്യാഴാഴ്ച സെലൻസ്കി പുട്ടിനെ കൂടെ കാണാൻ പോവാം ഇസ്താംബുളിൽ വെച്ച്. ഇതിൻ്റെ ബാക്കി പത്രം വന്നാലും ഇയാൾ എന്ത് കോമാളിത്തരം കാണിക്കുമെന്ന് അന്ന് കാണേണ്ടി വരും. പക്ഷേ ആ ട്രംപിനെ പോലെയല്ല, പുട്ടിൻ ചിലപ്പോൾ പള്ളക്കെട്ട് കുത്തും. അതെ, നേരിട്ടൊക്കെ ചെയ്തോളൂ അല്ലേ. ഏതായാലും നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെയാണ്, നരേന്ദ്രമോദി ഇങ്ങനെയാണ്. പക്ഷെ ട്രംപ് അവിടെ അങ്ങനെ ഒരു മാതൃക കാണിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം മോദിയെ കാണുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരുടെ അറിവിലേക്ക് കൂടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.